ഞങ്ങൾ ഒരുപാട് സ്റ്റാർസ് മത്സരിക്കുന്ന ഒരു വർഷം കൂടിയാണ്. ഇപ്പൊ ബിഗ് ബോസിൽ തന്നെയുണ്ട്. ശരിക്കും ഈ സ്റ്റാർ വാല്യൂ കൊണ്ട് നമുക്ക് വോട്ട് കിട്ടും എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ശരിക്കും അവരുടെ രാഷ്ട്രീയമാണോ അതോ ഈ സ്റ്റാർ വാല്യൂ ആണോ ഒരു രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ സുരേഷ് വോട്ട്? ഗോപി ജയിച്ചത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പബ്ലിസിറ്റിയും ആഗ്രഹിക്കാതെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തതുകൊണ്ടാണ് അയാളൊരു നല്ല മനുഷ്യനാണെന്ന് ജനത്തിന് ഏതോ ഒരു പോയിന്റിൽ തോന്നിയത് കൊണ്ടാണ് ജയിച്ചത്. ഇനി ജയിക്കുന്നത് അദ്ദേഹം എന്ന് പറയുന്ന ഒരു എം പി, ഒരു കേന്ദ്രമന്ത്രി എന്താണ് ഈ നാടിന് വേണ്ടി ചെയ്തത്, ജയിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്തെല്ലാം ചെയ്തു എന്നതിനെ ബേസ് ചെയ്തായിരിക്കും ഇനി ജയിക്കുന്നത്. ആദ്യം ജയിക്കുന്നത് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് മാത്രമല്ല, സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണെന്നും സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപി പണ്ട് ഒരുപാട് മനുഷ്യരെ സഹായിച്ചിട്ടുള്ള ഒരാളാണെന്നുമുള്ള ജനത്തിൻ്റെ തിരിച്ചറിവാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്തത്. ഒരു പക്ഷേ മമ്മൂട്ടിയോ മോഹൻലാലോ മത്സരിച്ചാൽ പോലും കേരളത്തിലൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ജയിക്കില്ല. കാരണം ജനങ്ങൾ സ്റ്റാറുകളുടെ സ്റ്റാർ വാല്യൂ നോക്കിയല്ല വോട്ട് ചെയ്യുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ നടക്കുന്നതെന്നുള്ള ഒറ്റ ചോദ്യം ചോദിച്ചതോടുകൂടി മമ്മൂട്ടിയെ ഇത്രയേറെ ആക്ഷേപിച്ച ഒരു അനുഭവം ഒരുപക്ഷെ മമ്മൂക്കയുടെ ജീവിതത്തിൽ പോലും ചിലപ്പോൾ ഉണ്ടായി കാണത്തില്ല. അപ്പോൾ ഇത്രയും സ്റ്റാർ വാല്യൂ ഉള്ള, ഇത്രയും സെലിബ്രിറ്റി വാല്യൂ ഉള്ള, കേരളം ഒന്നടങ്കം ആഘോഷിച്ച, അടുത്തിടെ പത്മഭൂഷൺ കിട്ടിയ ഒരു മഹാനടനെ ഇത്രയും തെറി ഇവർ വിളിച്ചാൽ ഈ താഴെ തട്ടിൽ കിടക്കുന്ന അഖിൽമാരാകെ രാഷ്ട്രീയം പറഞ്ഞാൽ പിന്നെ തെറി വിളിക്കാൻ കേൾക്കാതിരിക്കൂ. എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായം പറയുന്നു അന്ന് അവസാനിക്കും സെലിബ്രിറ്റി സ്റ്റാറ്റസും സ്റ്റാർഡവും എല്ലാം. അതുകൊണ്ട് ഇതൊന്നും വോട്ടായി മാറത്തില്ല. ആകെ കിട്ടുന്നൊരു ഗുണം 20 ദിവസം മത്സരിക്കാൻ കിട്ടുമ്പോൾ ആ 20 ദിവസം കൊണ്ട് 4 പേരുടെ മുന്നിലേക്ക് കൊണ്ട് ഫിഗർ കാണിക്കുമ്പോൾ ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ അയാളെ ഞങ്ങൾക്ക് അറിയാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഏത് സ്റ്റാറിനെ ആയാലും ഇയാളെ അറിയാം, ഇയാളെ സിനിമയിലൊക്കെ അഭിനയിച്ചെടുക്കുന്നവനല്ലേ, അല്ലെങ്കിൽ മറ്റേ TV ഷോയിൽ കണ്ടവനല്ലേ. ഇതാണ് ജനത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നവരെ മറ്റേ TV സീരിയലിലെ ആൾ, അല്ലെങ്കിൽ മറ്റേ ബിഗ് ബോസ് 11, അല്ലെങ്കിൽ സിനിമയിലെ നായകൻ, ഇവൻ എങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കാതെ ഇവനൊരു വോട്ട് കൊടുത്തേക്കാമെന്ന് കേരളത്തിൽ ഒരാളും ചിന്തിക്കുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അത്രയേറെ സാധാരണക്കാരനുമായി സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ പിഷാരടി മത്സരിക്കാൻ പോകുമ്പോൾ പിഷാരടി എന്ന് പറയുന്ന പിഷാരടി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് കൊടുക്കേണ്ടത്? പിഷാരടി എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട് അയാൾ കോമഡി പറയാൻ വേണ്ടിയിട്ടാണോ രാഷ്ട്രീയം? അല്ല. അയാളുടെ നിലപാടുകൾ നോക്കും, പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ നോക്കും, ഇന്നലകളിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അയാൾ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കും. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അയാൾ പ്രിയപ്പെട്ടവനായതുകൊണ്ട് അയാൾക്കൊരു സീറ്റ് ചിലപ്പോൾ കിട്ടും. അത്രേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് അയാളെ കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ മുൻ വേദികളിൽ അയാൾ പോയിട്ടുണ്ട്. പിന്നെ ധർമ്മജൻ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ച നടനല്ലേ, എന്താ ജനം വോട്ട് കൊടുത്ത് ജയിപ്പിക്കാഞ്ഞത്? അപ്പോൾ ഈ രാഷ്ട്രീയം ഇതൊന്നുമല്ല. പിന്നെ നമ്മൾ രണ്ടാമത് ജനം നോക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇവൻ ഇനി ജയിച്ചാൽ നമുക്ക് പറയാനുള്ളതിനാണോ, ഇവനെ കൊണ്ട് കൊള്ളാമോ, ഇതൊക്കെ വിലയിരുത്തും. പിന്നെ ഇപ്പം ഞാൻ മത്സരിക്കുന്ന ഒരു മുന്നണി കേരളത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നൊരു മുന്നണിയാണ്. വോട്ട് പ്രകാരം ഒരു 20% താഴെ മാത്രം വോട്ടുള്ള ഒരു മുന്നണിയാണ്. അപ്പോൾ ആ മുന്നണിയിൽ ഞാൻ മത്സരിക്കാൻ പോകുമ്പം എനിക്ക് അധികാരം മോഹിച്ചിട്ടാണോ ഞാൻ പോകുന്നത്? അല്ല. ആദ്യം ഞാൻ എൻ്റേതായൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക സമൂഹത്തിൽ. ആ സ്പേസിൽ നിന്നുകൊണ്ട് നാടിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക. ഞാൻ നല്ലൊരാളാണെന്നും എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്നും ജനത്തിന് തോന്നിയാൽ തൃക്കാക്കരയിലെ ജനം എനിക്ക് വോട്ട് ചെയ്യും. എന്നെക്കാളും മികച്ച ഒരാളാണ് ഉമാ തോമസ് എന്നും ഉമാ തോമസ് ഈ തൃക്കാക്കരയെ പ്രതികരിക്കുന്നതാണ് ഞങ്ങൾക്ക് അഭിമാനമെന്നും അവർക്ക് തോന്നിയാൽ 100% ഉമാ തോമസിന് വോട്ട് ചെയ്യണമെന്നേ ഞാനും പറയത്തുള്ളൂ. ഈ തോൽവി ജയം അതിനെക്കുറിച്ച് ടെൻഷനുണ്ട്. കാരണം ഇപ്പം സിനിമാ മേഖലയിൽ തന്നെ മത്സരിച്ച് തോറ്റ ആളുകളുണ്ട്. അപ്പം അങ്ങനെ തോൽക്കുകയാണെങ്കിൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറാണോ അഖിൽമാരാർ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എവിടെയാണ് തയ്യാറാവുന്നത്? നമ്മൾ ഒരു തവണ പരാജയപ്പെട്ടെന്ന് വെച്ചോളൂ. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ നാട്ടിലെ ജനത പറയുകയാണ്, അയ്യോ നിങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ വൈകിപ്പോയി, നിങ്ങൾ ഞങ്ങളൂടെ വേണം. ഇനി പരാജയപ്പെട്ടു, ജനം നമ്മളെ തിരിച്ചറിഞ്ഞില്ല. ഇപ്പം അതാ ഞാൻ പറഞ്ഞത്, ബിഗ് ബോസിലെ ചില കാര്യങ്ങൾ പറയാം. ഇപ്പം എന്നെ ആക്ഷേപിച്ച, എനിക്കെതിരെ ഏറ്റവും കൂടുതൽ എതിർത്ത ഒരാളാണ് അനിയൻ മിഥുൻ. ബിഗ് ബോസിൽ വെച്ചിട്ട് എന്നെ പറയാൻ പറ്റുന്നതെല്ലാം പരമാവധി പല സ്ഥലങ്ങളിലും പോയിരുന്നു പറഞ്ഞ ഒരാളാണ്. നിശ്ചിതമായി ഞാനുമായിട്ട് വഴക്കുണ്ടായിട്ടുള്ള ഒരാളാണ്. പക്ഷെ മിഥുൻ ഒരു കഥ പറഞ്ഞു, അതൊരു കള്ളത്തരമായിരുന്നു. അതിൻ്റെ പേരിൽ അതിഭീകരമായ അറ്റാക്ക് മിഥുനെതിരെ നടന്നു. അവസാന സമയം എനിക്ക് ഫിനാലയിലേക്ക് അടുക്കുകയാണ്. എന്നെ എതിർത്ത, ഇന്നലെ വരെ എന്നെ ശത്രുവായി കണ്ട, ഞാൻ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരുവനാണെന്ന് ലാലേട്ടൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ മിഥുൻ ഒറ്റപ്പെട്ട് സമൂഹത്തിൻ്റെ ആക്ഷേപം കേട്ട് മാറിയിരുന്നപ്പം ഞാൻ അവനെ പോയി ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അപ്പം ഇന്നും അവൻ എനിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. അത് ഒരു നാട് ഇപ്പോൾ എന്നെ തള്ളിപ്പറഞ്ഞു എന്ന് കരുതിയിട്ട് ഞാൻ അവരെ തള്ളിപ്പറയാതിരുന്നാൽ മതി.
എന്നെ ഇന്ന് രാവിലെ ഒരു പയ്യൻ, എന്നെ ഇന്നലെ മുമ്പ് നമുക്ക് സപ്പോർട്ട് ചെയ്തൊരു പയ്യനാണ്, ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പയ്യനാണ്. അപ്പോൾ അവന് ഒരു വിഷമം, ഞാൻ എൻ ഡിയുടെ ഭാഗമായതിൽ. അവൻ എന്നെ തെറിയും വിളിച്ചുകൊണ്ട് ഉളുപ്പുണ്ടോ അവിടെ നാറി എന്നൊക്കെ ചോദിച്ചു, ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. ഞാൻ റിപ്ലൈ കൊടുത്തു, ഒരു ഹഗ് കൊടുത്തു, ഒരു ഹഗ് റിപ്ലൈ കൊടുത്തു. അപ്പം അവൻ എന്നെ തെറി വിളിച്ചോട്ടെ, അവൻ എന്നെ വർഗീയവാദി എന്ന് വിളിച്ചോട്ടെ, ഞാനതല്ലാത്തടത്തോളം കാലം എനിക്ക് അവനെ തിരിച്ച് ഹഗ് ചെയ്യാൻ ഞാൻ എന്തിനാണ് മടിക്കുന്നത്? ഞാൻ എൻ ഡിയുടെ ഭാഗമായ ഞാൻ വർഗീയവാദി ആയില്ല, ഞാൻ അവിടെ അഖിൽമാരാർ തന്നെയാണ്. അഖിൽമാരാർക്ക് ഒരു മാറ്റമില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായാലും ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് മാറ്റം വരുന്നത്? അത് ഇൻബോണായിട്ട് എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന ചിന്തകളിലൂടെയല്ല ഞാൻ എന്നെ സൃഷ്ടിച്ചെടുത്തേക്കുന്നത്. ഞാൻ ആ പാർട്ടിയിൽ ചേർന്ന് ആ പാർട്ടിയിൽ നിന്ന് ജനങ്ങൾക്കുള്ള സഹായങ്ങൾ, ആ പാർട്ടി ജനങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, ആ പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾ, ആ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വികസന പ്ലാനുകൾ, ഇത് ഏറ്റവും മനോഹരമായി ചെയ്ത് ആ പാർട്ടിക്ക് കൊടുക്കുന്നതിനോടൊപ്പം ഏറ്റവും മൂല്യമുള്ള ഒരു മനുഷ്യനായിട്ട് തന്നെ ഞാൻ ഇരിക്കും. അതല്ലേ എനിക്ക് പറ്റും. എന്നെ ആക്ഷേപിച്ചെന്ന് കരുതിയിട്ട് അവനെ എനിക്ക് തെറി വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അതേ അവൻ തന്നെ നാളെ പറയും സോറി ചേട്ടാന്ന് പറയും. ഈ നെഗറ്റീവ് കമന്റ്സുകൾ എനിക്കൊന്ന് ബിഗ് ബോസിന് മുമ്പും നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്, പല കാരണങ്ങളാൽ. ഇപ്പൊ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ നമുക്ക് അവർക്ക് താല്പര്യമില്ലാത്ത, മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഭാഗമാവാൻ പോകുമ്പോൾ എങ്ങനെയാ അതിനെ എടുക്കുക? അല്ലെങ്കിൽ ആളുകളുടെ ഈ മെസ്സേജും കമന്റും, ഇനിയിപ്പോ ഒരു വിജയിക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ സജീവമാവുകയാണെങ്കിൽ ഇത് കൂടും. അല്ല, അത് പ്രശ്നമല്ല. അതാണ് ഞാൻ പറയാൻ വന്നത്. നമുക്ക് നെഗറ്റീവ് കമൻസ് വരുന്നതിലല്ല നമ്മൾ പേടിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് കമൻസ് വരുന്നത്? ആരാണ് നെഗറ്റീവ് കമൻസ് പറയുന്നത്? എന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല നെഗറ്റീവ് കമൻസ് പറയുന്നത്. അവൻ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ ആശയത്തെയും അവൻ്റെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും ഞാൻ വിമർശിക്കുമ്പോൾ അവൻ്റെ പാർട്ടിയോടുള്ള സ്നേഹം എന്നോടുള്ള വിമർശനമായിട്ട് മാറും. അല്ലെങ്കിൽ അവൻ്റെ ചിന്തകൾക്ക് വിരുദ്ധമായി ഞാൻ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൂടെയല്ല ഞാൻ മറ്റൊരു വശത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവന് തോന്നുമ്പോൾ അവൻ എന്നെ വിമർശിക്കും. ഈ വിമർശിക്കുന്നതെല്ലാം ഞാൻ എടുക്കുന്ന സ്റ്റാൻഡുകൾക്ക് വിരുദ്ധമായതുകൊണ്ടാണ്. അതേസമയം ഞാനൊരു അഭിപ്രായം അവന് താല്പര്യപ്പെടുന്ന പറഞ്ഞു നോക്കട്ടെ, ഇതേ തെറി വിളിച്ചവൻ നല്ലത് പറയും. അപ്പോൾ നെഗറ്റീവ്സോ പോസിറ്റീവ്സോ എന്ന് പറയുന്നത്, ഇപ്പോൾ നത്തിങ് ഈസ് ഗുഡ് ഓർ ബാഡ്, തിങ്കിങ് മേക്ക് ഇറ്റ് സോ എന്ന് പറയും. ഇപ്പോൾ ഓരോ ജനതയ്ക്കും അവരുടെ ശരികളും അവരുടെ തെറ്റുകളും ഉണ്ട്. അത് ചിലപ്പോൾ അവരുടെ ശരി ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള ശരിയായിരിക്കും, ചിലപ്പോൾ അവരുടെ ശരി അവരുടെ മാത്രം ശരിയായിരിക്കും, ചിലപ്പോൾ എൻ്റെ ശരിയായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് സ്വീകരിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ ചിന്തിക്കാറൊന്നുമില്ല. പിന്നെ എൻ്റെ അറിവിൽ ലോകത്തൊരു ഭരണാധികാരിയും മറ്റേ ഒരു മഹാഭൂരിപക്ഷം ജനതയുടെ ഇഷ്ടം കിട്ടി ഭരണാധികാരി ആയിട്ടില്ല. ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഒരു 40% ജനതയുടെ പിന്തുണ ഇപ്പോഴുള്ളൂ. 2013 അത്രയും ഇല്ലായിരുന്നു. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും 35% ജനതയുടെ പിന്തുണയുള്ളൂ. അപ്പം ബാക്കി 65% തെറി വിളിക്കുകയല്ലേ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പിണറായി വിജയനെ ഇഷ്ടപ്പെടുന്ന എത്രയോ പേര് കേരളത്തിലുണ്ട്. പക്ഷേ പിണറായി വിജയൻ്റെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാൽ തെറിയല്ലാതെ വേറെ എന്തെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ എന്താ ഈ ഇഷ്ടപ്പെടുന്നവന്മാർ പോയിട്ടൊന്ന് അനുകൂലിക്കാത്തത്? അതങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവം. കാര്യം തെറി പറയാൻ വേണ്ടി മാത്രമേ വന്ന് കമൻ്റ് ഇടത്തുള്ളൂ. ശരിക്കൊരു മികച്ച രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ്? അടിസ്ഥാനപരമായിട്ട് കാഴ്ചപ്പാടുള്ളവനാവണം, ദീർഘവീക്ഷണമുള്ളവനാവണം, ജനത്തെ പറഞ്ഞ് പറ്റിക്കാത്തവനാവണം, ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പം നമ്മൾ ഒരു വികസനം ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ പണ്ട് പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ കൊച്ചിയിൽ മെട്രോ, ഉമ്മൻചാണ്ടി കൊച്ചി മെട്രോ കൊണ്ടുവന്നു എന്ന് പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രത്യേകത, ഞാൻ എൻ്റെ നാട്ടിലെ എല്ലാ ചായക്കടകളിലും എല്ലാ ലോക്കൽ ഏരിയകളിലും ഏറ്റവും സാധാരണക്കാരിരിക്കുന്നിടത്തെല്ലാം പോയിരുന്ന് ചർച്ച ചെയ്യുകയും അവർ പറയുന്നത് ഒരുപാട് കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഈ മെട്രോയുടെ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിരുന്ന സമയത്ത് ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് എൻ്റെ അടുത്തിരുന്നു, പിന്നെ ഉമ്മൻചാണ്ടി അവിടെ മെട്രോ കൊണ്ടുവന്നിട്ട് ഇവിടെ പാറമടയിൽ പണിയുമില്ല, കുറേ നാളുകളായിട്ട് മനുഷ്യന് വരുമാനമില്ല, യവന്മാരെന്തോ കോപ്പാ കാണിക്കുന്നത്, ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞതാണ്. അപ്പോൾ അവൻ്റെ മുന്നിലേക്ക് കൊച്ചിയിൽ മെട്രോ കൊണ്ടുവന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു നേതാവ് ചെന്നാൽ ഇവൻ്റെ ജീവിതം വഴിമുട്ടി കിടക്കുകയാണ്. കാര്യം അവൻ്റെ വരുമാനം അവിടെ നിലച്ചു. അപ്പോൾ ഒരു സാധാരണക്കാരൻ, ഇപ്പം തൊഴിലുറപ്പ് പോയി ജീവിക്കുന്ന ഒരു സാധാരണ സ്ത്രീ, അവരെടുത്ത് നിങ്ങളിപ്പം തൊഴിലുറപ്പ് എന്ന് പറയുന്ന പദ്ധതി ഇല്ലാതാക്കിയതിന് ശേഷം ഞങ്ങൾ സ്ത്രീ സമത്വത്തിന് വേണ്ടി, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലേ, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്കിത് വർക്കാവത്തില്ല. അപ്പോൾ ഓരോ ജനതയുടെയും ആവശ്യം തിരിച്ചറിയണം. മനുഷ്യർ വ്യത്യസ്ത സ്ഥലത്തിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം, അവരുടെ ചിന്താഗതി വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ ഒരുത്തനെ സംബന്ധിച്ചിട്ട് അവനെ വിളിച്ച് വാ കൊണ്ടൊരു സപ്പോർട്ട് കൊടുത്താൽ മതി, ഇവനത് ഭയങ്കര കാര്യമായിരിക്കും. ഇപ്പം ഒരുവൻ താമസിക്കുന്നവൻ്റെ അപ്പുറത്തെ വീട്ടിൽ അവനൊരു പ്രശ്നം വന്നു, അതിർത്തി തർക്കം നടക്കുന്നു. അപ്പം ഇവൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാവിനെ ഇവൻ പോയി കാണുന്നു. പക്ഷേ അപ്പുറത്തുള്ളവൻ കാശുകാരനാണ്, അവൻ ഈ നേതാവിനെ സെറ്റിൽ ചെയ്യാണ്. നമ്മളെ അതിർത്തി അവന് മാന്താൻ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ മണ്ണെടുക്കാൻ സമ്മതിക്കത്തില്ല, പ്രശ്നം വരുന്നു. ആ ഒരൊറ്റ കാരണം മതി ഇവൻ്റെ പാർട്ടി മാറാൻ. ഇനി തിരിച്ച് പിണറായി വിജയൻ കേരളത്തിൽ തേനും പാലും ഒഴുക്കുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി, അടിപൊളി മുഖ്യമന്ത്രി, കാരണം അത്രയും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ച് അയാൾ ഒരിക്കലും നല്ല ആളല്ല.
തേനും പാലും ഒഴിക്കലും വേണം നല്ല ആളല്ല. ഇനി ഇതേ മുഖ്യമന്ത്രി ഇതേ തേനും പാലും ഒഴുക്കുകയാണ്, ഇതേ കമ്മ്യൂണിസ്റ്റുകാരന് അവൻ്റെ നാട്ടിൽ ഞാൻ ഈ പറഞ്ഞ തൊട്ടയൽപ്പക്കക്കാരനുമായ പ്രശ്നം വരുന്നു. അവൻ്റെ പാർട്ടി ലോക്കൽ സെക്രട്ടറിയെ തൊട്ടയൽക്കാരൻ കാശ് കൊടുത്ത് കയ്യിൽ വയ്ക്കുന്നു. പിണറായി ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഇപ്പം പാർട്ടി വിടും. കാര്യം അവന് പിണറായി അല്ല അവൻ്റെ ലക്ഷ്യം. അവൻ്റെ നാട്ടിലെ ബ്രാഞ്ച് സെക്രട്ടറിയോ അവൻ്റെ നാട്ടിൽ അവൻ കാണേണ്ട ലോക്കൽ സെക്രട്ടറിയോ അവൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ട് അവനെ സംരക്ഷിക്കേണ്ട ഒരുവൻ അവൻ്റെ ഒപ്പം നിന്നില്ല എന്നുണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രി എന്ത് ചെയ്തെന്ന് പറയുന്നതിനകത്തും കാര്യമില്ല. അപ്പോൾ ഇതാണ് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന രാഷ്ട്രീയം. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിയണം. ഓരോ മനുഷ്യനും രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണെന്ന്, ജനതയുടെ രാഷ്ട്രീയം എന്താണെന്ന് നേതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇവർക്കിത് മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ കാര്യം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് താഴെത്തട്ടിൽ നിന്ന് കുറച്ച് പേരെങ്കിലും വളർന്ന് മേളിലേക്ക് വരുന്നത്. കോൺഗ്രസ്സിൽ പലപ്പോഴും വളരെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിൽ ഒരാൾ നേതാവാകുന്നത് ഇപ്പോൾ KSU സംസ്ഥാന ഭാരവാഹിയായിട്ടിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ഒരാൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് നേരെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായി മാറുന്നു. അവിടെ നിന്ന് നേരെ അയക്ക് നിയമസഭയിലൊരു സീറ്റ് കിട്ടുന്നു. എന്താണ് അവൻ്റെ പഞ്ചായത്തിൽ നടന്നതെന്ന് അവൻ അറിഞ്ഞിട്ടില്ല, എന്താണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്നതെന്ന് അറിയത്തില്ല, അവൻ്റെ നാട്ടിൽ സാധാരണക്കാർക്കിടെ അവൻ പ്രവർത്തിച്ചിട്ടില്ല, അവൻ നേരെ അങ്ങ് നേതാവായി മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ പലപ്പോഴും കാണാതെ ആണ് ഇവൻ നേതാവാകുന്നത്. അപ്പോൾ അവൻ ഈ മേൽപ്പരപ്പിലുള്ള സംസാരം മാത്രമേ ഉള്ളൂ. പിന്നെ പല കോൺഗ്രസ്സുകാരും മട്ടുപ്പാവിലിരുന്ന് സംസാരിക്കുന്നവരാണ്. അടിത്തട്ട് പണിഞ്ഞ പാവങ്ങളെ ഇവർ നോക്കുന്നതേയില്ല. ഈ തൂണുകളെല്ലാം പൊളിഞ്ഞു തുടങ്ങി. ഇത് മനസ്സിലാക്കാതെ ഈ തൂണ് പണിയാൻ നിൽക്കാതെ മട്ടുപ്പാവിലിരുന്ന് ഭയങ്കര അടി, ഞാൻ ആ കസേര ഞാനിരിക്കാം, ഈ കസേര ഞാനിരിക്കാം, അവസാനം ഇതെല്ലാം കൂടെ പൊളിഞ്ഞു പോകും. കാരണം എന്താ, ഈ തൂണുകൾ ഏത് നിമിഷവും പൊളിയും.